വടകരയിലെ മ്യൂസീഷ്യൻ വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ 14ാമത് സുവർണഗീതം പരിപാടിയുടെ ഭാഗമായി ഓഗസ്റ്റ് 30-ന് സംഗീത സംവിധായകൻ എസ്.ബി. വെങ്കിടേഷ് സന്ധ്യ വടകര ടൗൺ ഹാളിൽ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വടകരയിലെ റിയാലിറ്റി ഷോ താരങ്ങളും പരിപാടിയിൽ പങ്കെടുക്കും. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. വടകരയിൽ ആദ്യമായി നമ്മളുടെ റിയാലിറ്റി ഷോ താരങ്ങൾ ഒരൊറ്റ വേദിയിൽ ഒന്നിക്കുകയാണ്. വരുന്ന ആഗസ്റ്റ് 30 എസ്.പി. വെങ്കടേഷ് സന്ധ്യ എന്ന പേരിൽ നമ്മളതിനിട്ടിരിക്കുന്ന പേര് നിലാവേ മായുമോ എന്നാണ്. ഈ നിലാവേ മായുമോ എന്നുള്ള പരിപാടിയിൽ വടകരയിലും വടകര പ്രദേശത്തെയും ഇത്തരത്തിൽ നമ്മൾ റിയാലിറ്റി ഷോയിൽ കാണുന്ന കുട്ടികൾ പരിപാടിയിൽ പങ്കെടുക്കുന്നു. അതോടൊപ്പം വടകര മ്യൂസീഷ്യൻസ് വെൽഫെയർ അസോസിയേഷൻ്റെ കലാകാരന്മാരും ഈ പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. 30 കലാകാരന്മാർ പാടുന്നവരും ഓർക്കസ്ട്രേഷൻ ഉൾപ്പെടെ 30 പേർ പങ്കെടുക്കുന്ന വലിയൊരു മെഗാ പരിപാടിയാണ് വടകര ടൗൺ ഹാളിൽ ആഗസ്റ്റ് 30-ന് വൈകുന്നേരം 6 മണിക്ക് നടക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ VMW എന്ന് പറയുന്നത് ഒരു ക്ലബ്ബോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലുള്ള സംഘടനയോ അല്ല. കലാകാരന്മാരായിട്ടുള്ള ആളുകളെ സഹായിക്കാനും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും അതുപോലെ മ്യൂസിക് തെറാപ്പി പോലുള്ള സംവിധാനങ്ങൾക്കും ഒക്കെയാണ് VMWA ഇതിൻ്റെ വരുമാനവും മെമ്പർഷിപ്പൊക്കെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന പണം ഇതൊരു പാസ് മുഖേനയാണ് ഈ പരിപാടി നടക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഇതിൻ്റെ ചിലവ് ഒക്കെ കഴിച്ചിട്ട് ബാക്കി കിട്ടുന്ന പണം നമ്മൾ വടകരയിലെയും പരിസര പ്രദേശങ്ങളിലുള്ള രോഗമനുഭവിക്കുന്ന അതുപോലെ തന്നെയുള്ള മറ്റ് പ്രയാസങ്ങളൊക്കെ ദുരിതമനുഭവിക്കുന്ന ആളുകൾക്ക് സഹായിക്കാനും അതുപോലെ തന്നെ മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുമാണ് ഉപയോഗിക്കാറ്. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ സുവർണഗീതം എന്നുള്ള പേരിൽ ഓരോ കലാകാരന്മാരുടെ നമ്മുടെ സംഗീത സംവിധായകർ അതുപോലെ പാടുന്ന ആളുകൾ അങ്ങനെ 14ാമത്തെ സുവർണഗീതമാണ് നിലാവേ മായുമോ എന്നുള്ള പരിപാടിയിൽ. അപ്പോൾ ഈ പരിപാടിയിൽ നിങ്ങളെല്ലാവരും വരണം. നിങ്ങളെ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ കലാകാരന്മാരൊക്കെ ആദരിക്കുകയൊക്കെ ചെയ്യുന്നു. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.